ഈ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ കല്യാണത്തിന് നീ വരില്ലേ എന്ന്. കോമഡി എന്താന്ന് വെച്ചാൽ എന്റെ ഒഴിച്ച് ഏകദേശം എല്ലാ പിള്ളേരുടെയും കല്യാണം ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഷ്മയുടെ കല്യാണമാണ്. വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണിത്. എന്ത് സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താണെങ്കിലും അവക്ക് സന്തോഷമായാൽ മതി. ലൈഫിലെ ചില മാറ്റങ്ങളൊന്നും ഞാൻ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എസ്പെഷ്യലി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം പല ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് എക്സൈറ്റിംഗ് ആണ്. കോളേജിൽ വെച്ചാണ് രേഷ്മൻ ആദ്യം കാണുന്നത്. ഒരു ഫസ്റ്റ് സൈഡ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമ്പലത്തിൽ വെച്ചിട്ടായിരുന്ന കല്യാണം. ഞാൻ മാത്രമായിരുന്നില്ല, അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഒപ്പം. എന്റെ ലൈഫിൽ കൂട്ടുകാരിയായി കടന്നു വന്നിട്ട് കൂടപ്പറപ്പായി മാറിയ ഒരാളാണ് ഇവള്. നിങ്ങളുടെ ഫ്രണ്ടിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ. വിവാഹിതയാവാൻ ഇനി ഇത്തിരി നേരം കൂടെ ഉള്ളൂ. അതിനു മുന്നേ എന്റെ കൈ പിടിച്ച് അമ്പലത്തിന് ചുറ്റും നമ്മളൊന്ന് വലം വെച്ചു. അങ്ങനെ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾക്ക് സ്ട്രഗിളിനൊക്കെ ശേഷം ഈ ലവ് മാരേജിനെ വീട്ടുകാരുടെ ബ്ലെസ്സിങ്ങോട് കൂടി ഒരു വെൽ അറേഞ്ച്ഡ് മാരേജ് ആക്കി അവള് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഒരു കല്യാണം വന്നാലല്ലേ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ ഒന്ന് ഒരുമിച്ച് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കൃത്യം 11നും 11:30ക്കും ഇടയ്ക്ക് രേഷ്മ ഒരു ഭാര്യയായിരിക്കുന്നു. ഭാര്യയെ എന്തൊരു കട്ടിയുള്ള വാക്ക. രേഷ്മേനെ മാത്രമല്ല, വിഷ്ണു ചേട്ടനെ കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഈ ഒരു സദ്യ കഴിക്കാൻ വേണ്ടി കാത്തിരുന്നതിന് കൈയും കണക്കൊന്നുമില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.